പൊന്നോമന മകളെ കൊന്നവന് വധശിക്ഷ നടപ്പാക്കുന്നതിന് തൊട്ടുമുമ്പ് മാപ്പ് നൽകി പിതാവ്. യമനിലാണ് സംഭവം. കഴിഞ്ഞ വർഷത്തെ ബലിപെരുന്നാൾ ദിനത്തിൽ ഹനീൻ എന്ന പിഞ്ചുബാലികയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ഹുസൈൻ ഹർഹറ എന്നയാളിനാണ് ഹനീന്റെ പിതാവ് ഇബ്രാഹിം അൽബക്കരി നിരുപാധികം മാപ്പ് നൽകിയത്. വധശിക്ഷ നടപ്പാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി. ഹുസൈൻ മരണം വരിക്കുന്ന നിമിഷത്തിന് തൊട്ടുമുമ്പാണ് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പിതാവ് ഇബ്രാഹിം അൽബക്കരി പ്രതിക്ക് മാപ്പ് നൽകി ജീവിതം തിരികെ കൊടുത്തത്. യമനിലെ പ്രധാന നഗരമായ ഏദനിലെ അൽമൻസൂറ സെൻട്രൽ ജയിൽ വളപ്പിലാണ് സിനിമാ കഥകളെപ്പോലും വെല്ലുന്നത്ര ഉദ്യോഗഭരിതമായ നിമിഷങ്ങൾ സംഭവിച്ചത്. പിഞ്ചുബാലികയെ വെടിവെച്ച് കൊന്ന കേസിലെ പ്രതി ഹുസൈൻ വധശിക്ഷ നടപ്പാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിരുന്നു. യമനിലെ നിയമം അനുസരിച്ച് വധശിക്ഷ നടപ്പാക്കുന്നത് വാളുപയോഗിച്ച് തലവെട്ടിയോ തോക്കുപയോഗിച്ച് വെടിവെച്ചോ ആകണം. അടുത്ത കാലത്തായി മിക്ക വധശിക്ഷകളും വെടിയുർത്താണ് നടപ്പാക്കുന്നത്. യമനിലെ വിചാരണ കോടതികളും സുപ്രീം കൗൺസിലുമെല്ലാം ഹുസൈൻ ഫർഹറക്ക് വധശിക്ഷ വിധിച്ചിരുന്നു. മുഴുവൻ അപ്പീലുകളും തള്ളിയതോടെ വ്യാഴാഴ്ച ശിക്ഷ നടപ്പാക്കാനുള്ള തയ്യാറെടുപ്പുകൾ അധികൃതർ നടത്തി. ജയിൽ വേഷത്തിൽ ആരാചാര്യരുടെ മുന്നിലെത്തിച്ച ഹുസൈൻ മുന്നിൽ കോടതി ഉദ്യോഗസ്ഥൻ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. ഡോക്ടറുടെ പരിശോധന പൂർത്തിയായി മരണം വരിക്കാനായി പ്രതി ഹുസൈൻ ഫർഹറ വികാരങ്ങൾ ഏതുമില്ലാതെ ആരാചാർക്ക് മുന്നിലിരുന്നു. ശിക്ഷ നടപ്പാക്കുന്നതിന് തൊട്ടുമുമ്പ് കൊല്ലപ്പെട്ട ബാലിക ഹനീന്റെ പിതാവ് ഇബ്രാഹിം അൽബക്കരി താൻ പ്രതിക്ക് നിരുപാധികം മാപ്പ് നൽകിയതായി പ്രഖ്യാപിച്ചു. ജനം വധശിക്ഷ നടപ്പാക്കുന്നതും കാത്ത് അക്ഷമരായിരിക്കുന്നതിനിടെയാണ് മാപ്പ് നൽകുന്നുവെന്ന പ്രഖ്യാപനം വന്നത്. ഇതോടെ മകളുടെ ഘാതകന് മാപ്പ് നൽകിയ ഇബ്രാഹിം അൽബക്കരിയെ ജനം ആശ്ലേഷിച്ചു. നിരവധി പേരാണ് ഇബ്രാഹിം അൽബക്കരിയുടെ ഹൃദയവിശാലതയെ പുകഴ്ത്തുന്നത്. കഴിഞ്ഞ വർഷത്തെ ബലിപെരുന്നാൾ ദിനത്തിലാണ് കേസിന് ആസ്പദമായ സംഭവം. ഇബ്രാഹിം അൽബക്കരിയുടെ മകൾ ഹനീനെ പ്രതി ഹുസൈൻ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഇബ്രാഹിമിന്റെ മറ്റൊരു മകൾ റാവിക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. അൽ ഖുദൈരി സ്ട്രീറ്റിൽ ഇബ്രാഹിമിനൊപ്പം സഞ്ചരിക്കുകയായിരുന്ന ഹനീനും റാവിയും. ഇബ്രാഹിം അൽബക്കരി ഓടിച്ച കാർ അൽ ഖുദൈരി സ്ട്രീറ്റിൽ പ്രതി ഹുസൈൻ ഫർഹറ ഓടിച്ച കാറിൽ ഇടിച്ചതാണ് വെടിവെപ്പിലും മരണത്തിലും കലാശിച്ചത്. കാറിൽ ഇടിച്ചതോടെ പ്രകോപിതനായ ഹുസൈൻ തോക്ക് പുറത്തെടുത്ത് ഇബ്രാഹിം അൽബക്കരിയുടെ കാറിന് നേരെ നിറയൊഴിച്ചു. ഹനീൻ സംഭവ സ്ഥലത്ത് മരിച്ചു. റാവയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു.